അസ്സാം വലൈക്കും. അതിന് പെരുന്നാൾ കഴിഞ്ഞ് 2-3 ദിവസത്തിൽ കൂടുതലായിട്ടും എനിക്കിതുവരെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സമയമേ കിട്ടിയിട്ടില്ല. സമയം ഞാൻ എപ്പോഴും വിചാരിക്കും, നോമ്പ് കഴിഞ്ഞിട്ട് ക്ലിയറായിട്ട് കറക്റ്റായിട്ട് എന്നും വീഡിയോ ഇടണം. എവിടെ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എൻ്റെത് ശരിയാവും തോന്നുന്നില്ല. എന്തായിരുന്നാലും പറ്റുമ്പോഴൊക്കെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോട്ടിവേഷൻ മാത്രം പോരല്ലോ, സമയം കൂടി വേണ്ടേ. അല്ല, അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഇടാൻ പറ്റുമായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ റീച്ച് കിട്ടുമായിരിക്കും. കിട്ടട്ടെ. എല്ലാവർക്കും വീഡിയോസ് ഇടുന്നവർക്കൊക്കെ ഇത് തന്നെയാണല്ലോ മനസ്സിലായി. എങ്ങനെയെങ്കിലും റീച്ച് കിട്ടിയെങ്കിൽ എന്ന് മതിയാവും. അപ്പോൾ ഇത് തലേ ദിവസം ഡ്രസ്സൊക്കെ എടുക്കാൻ പോയ സീനാണ് കേട്ടോ. ഐഷു നമ്മളെക്കൊണ്ട് ഇന്ന ഇത്രയൊക്കെ വരപ്പിച്ചു. ഇത് പിള്ളേർ രാവിലെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഇങ്ങനെ എണീക്കുകയാണ്. സുപ്രഭാതം. എൻ്റെ ഐഷു ഉമ്മച്ചീൻ്റെ അടുത്താണ് കിടക്കണത്. മിക്കവാറും അവൾ ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ് രാത്രി കിടക്കണത്. എൻ്റെ ഉമ്മാൻ്റെ വീട് ജസ്റ്റ് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ ഒപ്പം തന്നെയാണ് കിടക്കുന്നത്. ഐഷു ആദ്യത്തെ ആളല്ലേ, അതുകൊണ്ട് ഉമ്മച്ചിയാണ് ആദ്യമേ അവളിങ്ങനെ പാമ്പർ ചെയ്ത് അവൾ അവിടുത്തെ കുട്ടിയാണ്. ഇവിടത്തെക്കാളും അവിടുത്തെ കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നും വരും, എന്നും ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും മിക്കവാറും ദിവസങ്ങളിൽ അവൾ അവിടെ തന്നെയാണ് കിടക്കുന്നത്, ഉമ്മച്ചീൻ്റെ അവിടെ, എൻ്റെ ഉമ്മാൻ്റെ അവിടെ. ഓക്കെ. അപ്പോൾ അതിനിപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഇവിടെ തന്നെ ഞാൻ അവളെ ആക്കും എന്തായിരുന്നാലും. എന്നുവെച്ചാൽ ഇവിടുന്ന് വഴക്ക് പറഞ്ഞാൽ അവൾ പറയും എനിക്ക് ഉമ്മച്ചാടത്ത് പോകണം, അലിമ്മ അടുത്ത് പോകണം എന്ന് പറയും. അവിടെ നിന്ന് ഉമ്മച്ചി വഴക്ക് കൊടുക്കുമ്പോൾ പറയും എനിക്ക് ഇവിടെ വരണം എന്ന് പറയും. ഫറാനടുത്ത് വരണം, ഫറാനമ്മ അടുത്ത് വരണമെന്ന് പറയും. അപ്പോൾ അതാണ്, രസമാണ് ഇവിടെ. സമയം കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. ഇതാണ് എൻ്റെ മക്കളുടെ ഈദ് ഔട്ട്ഫിറ്റ് കേട്ടോ. ആദത്തിന് ഞാൻ ഒരുപോലത്തെ ഡ്രസ്സ് എടുത്തു, ഐശ്വര്യനും ഹൈസാക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുത്തു. ഞാൻ മക്കളുടെ ഡ്രസ്സൊക്കെ ഓൺലൈനാണ് എടുക്കണേ. പിന്നെ മറ്റേ കടയിൽ പോയി എടുക്കുന്നത് ബാക്കിയുള്ളവരുടെയൊക്കെ ഡ്രസ്സ്, ഉമ്മമാരുടെ വാപ്പാപ്പാടെയൊക്കെ ഡ്രസ്സൊക്കെ കടയിൽ പോയി എടുക്കും. ഐഷു വരാത്ത ചിരി ഇങ്ങനെ എൻ്റെ റബ്ബേ മക്കളുടെ ബഹളമാണ് ഈ കേൾക്കണ മൊത്തം. സാരമില്ല. പിന്നെ ഞാൻ ഈദിൽ രാവിലെ മാത്രമാണ് ഭക്ഷണം ഉണ്ടാക്കി. ഉച്ചയ്ക്കൊക്കെ ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് കഴിച്ചത്, രാത്രിയും ഒക്കെ. അപ്പോൾ പെപ്പർ ചിക്കൻ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകണേ. കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, കറുവ, പട്ട, ഗ്രാമ്പൂ, കാടമം, പിന്നെ ആ വലിയ മല്ലിയില്ലേ, മുഴുവൻ മല്ലിയില്ലേ, അത് എല്ലാം കൂടി നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതിനെ ഒരു നല്ലൊരു ഫൈൻ പൗഡറാക്കി എടുക്കുക. നമ്മളതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണയിൽ സവോള കൊത്തി അരിഞ്ഞിടണം കേട്ടോ. നമ്മുടെ സ്ലൈസ് ചെയ്തിടാനല്ല, ജസ്റ്റ് പൊടിയായിട്ട് അരിഞ്ഞ് കുനുകുനാന്ന് പറയില്ലേ, കുനുകുനാന്ന് അരിഞ്ഞ് അങ്ങനെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അധികം വാരി വിതറണ്ട, കുറച്ച്. പിന്നെ തക്കാളി വേണം, 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കണേ. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, ഉപ്പിടുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ വഴഞ്ഞ് വരണം. അതിനുശേഷം പൊടികൾ ഒന്നും അധികം നമ്മൾ ചേർക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം. ഓക്കെ, മഞ്ഞൾപ്പൊടി മാത്രം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഫൈൻ പൗഡറില്ലേ, ആ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഈ സവോളയിലും ടൊമാറ്റോയിലും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിക്ക് പയ്യെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ ഒരു കറുത്ത കളറിൽ, തീരെ കറുത്തിട്ടല്ല, എന്നാലും ഒരു കറുത്തതുപോലത്തെ കളറാകുമ്പോൾ, അതായത് നല്ല രീതിയിൽ കുക്കായി വരുമ്പോൾ നമ്മൾ ചിക്കൻ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 kg ആണ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ല രീതിയിൽ ചിക്കൻ്റെ എല്ലാ സൈഡിലും നമ്മുടെ ഈ ഒരു ഈ അരപ്പ് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചിക്കൻ പീസസിലേക്ക് കംപ്ലീറ്റ്ലി അത് കോട്ടാവണം ആ ഒരു ഗ്രേവി. അതിനുശേഷം കുറച്ച് പച്ചമുളക് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഞാനൊരു 3-4 പച്ചമുളക് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു, ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഞാൻ ഒഴിച്ചു. ഇതിന് ഞാൻ വീണ്ടും വറ്റിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. ഒഴിച്ചതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി. ആ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, വേണ്ട, നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. തീർന്നു, കാര്യം കഴിഞ്ഞു. കുറച്ച് മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്തു, ഫിനിഷ്ഡ്, പെപ്പർ ചിക്കൻ റെഡി. അപ്പോൾ അതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സമയം കിട്ടുമ്പോൾ. ഇത് ഞാൻ ഇതിനെടുത്ത ഫോട്ടോസാണ് എൻ്റെ മക്കളുടെ. ഇതെൻ്റെ വാപ്പിച്ചി അതും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെൻ്റെ സിസ്റ്ററാണ്.
ഡോക്ടറാണ്. പിന്നെ എന്താ, പിന്നെ ഞാനും സുർജിയും, അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ബൈ.